നെന്മാറയിൽ നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമര പിടിയിൽ. ഭാര്യയെ കൊലപ്പെടുത്താൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നു. അത് പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഇരട്ട കൊലപാതകം നടത്തിയതെന്ന് പോലീസിന് ഇയാൾ മൊഴി നൽകി. കൊലപാതകത്തിന് ശേഷം പോത്തുണ്ടി മേഖലയിൽ ഒളിവിലായിരുന്ന ചെന്താമരയെ വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് പിടികൂടിയതെന്ന് പോലീസ് വ്യക്തമാക്കി. ചേട്ടൻ ഇവിടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് അനിയൻ വരും സാർ ഭക്ഷണം കഴിക്കാൻ, 2 ദിവസത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെയൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയാൾ വരാൻ വിളിച്ച് ട്രാപ്പ് വെച്ചിരിക്കുകയായിരുന്നു. അയാൾ വന്ന് പെട്ടു. ചേട്ടനെ തറവാട്ട് വീട്ടിൽ കൊണ്ടാക്കിയത്. പക്ഷേ അയാൾ തറവാട്ട് വീട്ടിലേക്ക് വരുന്നതിന് പകരം അയാളുടെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ആൾറെഡി പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു, പാടത്ത്. അവരാണ് പിടിച്ചത്. ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചരട് മാത്രം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ലോക്കപ്പിലാക്കിയപ്പോൾ. അതെ അതെ, അന്ന് 4 ദിവസം എടുത്തു. ഇന്ന് ഞങ്ങൾ 48 മണിക്കൂറിനകം പിടിച്ചു. മെഡിക്കൽ കഴിഞ്ഞു. പുള്ളി ആരോഗ്യവാനാണ്. BP നോക്കി വിഷം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധന നടത്തി. നാട്ടുകാർ മലയിലൊക്കെ തരാനായിട്ട് നന്നായി സഹായിച്ചു. രാത്രി നാട്ടുകാരില്ല, നാട്ടുകാർ രാത്രി ഉണ്ടായിരുന്നെങ്കിൽ അവനെ തല്ലിക്കൊന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നാട്ടുകാർ ഇപ്പോൾ സഹായം ഞങ്ങൾ രാത്രി ആവശ്യപ്പെട്ടു. അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, കഴിഞ്ഞ 48 മണിക്കൂർ എന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 11 മണിയോടെയാണ് ഇയാൾ പിടിയിലായി എന്ന വാർത്തകൾ വരുന്നത്. അത്രയും സമയം നാടിനെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഒരു തെരച്ചിലായിരുന്നു അവിടെ നടന്നത്. അതിനൊടുവിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിനുശേഷം ഇന്നലെ രാത്രി അർദ്ധരാത്രിക്ക് ശേഷവും അവിടെ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇന്നലെ രാത്രി സംഭവിച്ചത്? ഇന്ന് പോലീസിന്റെ പ്ലാൻ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ശ്രീജ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലത്തൂരിലാണ്. ഇവിടെയാണ് ചെന്താമര ഉള്ളത്. ആലത്തൂർ DYSP ഓഫീസിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ് പ്രതിയുള്ളത്. നമ്മളതിന് മുമ്പിലാണുള്ളത്. അത്യധികം നാടകീയ നീക്കങ്ങളാണ് ഇന്നലെ സംഭവിച്ചത്. രാത്രി 8 മണിയോടെ ചെന്താമര പോത്തുണ്ടി മാട്ടായി ഭാഗത്തുണ്ടെന്ന വിവരം പരക്കുകയും തുടർന്ന് നാട്ടുകാർ ഒന്നടങ്കം പോലീസും ചേർന്ന് ആ മേഖല അരിച്ചു പെറുക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ പോത്തുണ്ടി മാട്ടായി ഭാഗത്ത് മാത്രം നിൽക്കുന്ന സമയത്ത് പ്രതിയെ ചെന്താമരയെ അയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും 11 മണിയോടെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇത് വളരെ പോലീസിന്റെ നീക്കങ്ങൾ വളരെ കൃത്യതയാർന്നത് തന്നെയായിരുന്നു. ഒരു തരത്തിലും ഈ ഒരു നീക്കത്തിൽ മുൻപത്തെ അനുഭവങ്ങൾ വെച്ച് പോലീസ് നടത്തിയ പദ്ധതി പാളിപ്പോയിരുന്നില്ല. കാരണം ഇയാൾ മലയിറങ്ങുമെന്ന് പോലീസിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കുവാനുമായിട്ട് ഇയാൾക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അതുപ്രകാരം ഇയാൾ വരാൻ സാധ്യതയുള്ള ഇടങ്ങളെല്ലാം പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെ ഇയാൾ ആദ്യം സഹോദരൻ്റെ വീട്ടിലേക്ക് വരുമെന്നാണ് കണക്കാക്കിയെങ്കിലും ഇയാൾ സ്വന്തം വീട്ടിലേക്ക് തന്നെ വന്ന് അവിടെ വെച്ച് പോലീസ് ഇയാളെ പിടികൂടുകയും അവിടെ നിന്ന് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ തേടിയുള്ള ജനരോഷം ഒഴുകിയെത്തുകയായിരുന്നു. രാത്രിയേറെ വൈകിയാണ് അവിടെ ജനങ്ങളെ പിരിച്ചുവിടാൻ സാധിച്ചത്. ഇയാളെ ജനങ്ങൾക്ക് വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് അവിടെ നാട്ടുകാർ ഒന്നടങ്കം വലിയ പ്രതിഷേധവുമായി എത്തുകയും അവരെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തി വീശേണ്ട സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തു. അത്രമാത്രം വലിയ ജനരോഷമാണ് ചെന്താമരയ്ക്കെതിരെ ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ ഇപ്രകാരമാണ്. അതായത് ചെന്താമരയും സുധാകരനുമായിട്ട് ഈ കൊലപാതകത്തിൻ്റെ തലേ ദിവസം വാക്ക് തർക്കമുണ്ടായിരുന്നു. ഇങ്ങനൊരു വാക്ക് തർക്കം കൂടി ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചു എന്ന വിലയിരുത്തലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിരീക്ഷണമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. അതിനെ തുടർന്നാണ് ചെന്താമര ഇവരെ കൊല്ലാനുള്ള പദ്ധതിയിട്ടതും തുടർന്ന് മനുഷ്യത്വം മരവിക്കുന്ന തരത്തിലുള്ള ഈ ഒരു കൃത്യം നിർവഹിച്ചതുമെന്നാണ് അറിയാനാകുന്നത്. നേരത്തെ തന്നെ ഇയാൾ ഒരു കൊലപാതകം നടത്തിയിരുന്നതാണ്. അതിനെ തുടർന്ന് ഏറ്റവും ഈ ഒരു കൊലപാതകത്തിൽ നിൽക്കാതെ തൻ്റെ ഭാര്യയെയും മകളുടെ ഭർത്താവിനെയും വരെ കൊല്ലാൻ ഇയാൾ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നുവെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അത്യധികം ഒരു മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത ഒരു സൈക്കോ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള സ്വഭാവമാണ് ഇയാൾക്കുള്ളത്. ആരെയും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാവുന്ന അവസ്ഥ. എല്ലാവർക്കും ഭീതിയോടെ മാത്രമേ ഇയാളെ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. കാഴ്ചയിൽ ദുർബലനാണെങ്കിൽ പോലും ഇയാളുടെ പ്രവൃത്തി അതൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നാടിനെ മുഴുവൻ പേടി സ്വപ്നമായിട്ട് ചെന്താമര മാറിയിരുന്നു. ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ പോലീസ് ഇയാളുടെ മൊഴി വിശദമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. മൊഴിയിൽ പലതും പറയുന്നുണ്ട്. ഇയാൾ യാദൃശ്ചികമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയത്. ഇയാൾ വടിവാൾ കൊണ്ടുവരുമ്പോൾ അത് ഈ സ്കൂട്ടറിൽ വരുന്ന സുധാകരനുമായി കൂട്ടിയിടിച്ച് അങ്ങനെ മുറിവ് പറ്റി എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതൊന്നും മുഴുവൻ വിശ്വസനീയമായിട്ട് നമുക്ക് പറയാനാകില്ല. എന്നിരുന്നാൽ പോലും മൊഴിയിൽ പല വൈരുദ്ധ്യങ്ങളും ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഇയാളെ ഈ ആയുധം വാങ്ങിച്ചത് യലമഞ്ചേരിയിൽ നിന്നാണ് എന്നൊരു വിവരവും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഇന്നിപ്പോൾ പോലീസിൻ്റെ നീക്കങ്ങൾ
ആലത്തൂർ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ വെച്ച് 10 മണിയോടെ SP-യുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വാർത്താ സമ്മേളനത്തിൽ പോലീസ് ഈ നീക്കങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പുറത്തുവിടും, എന്തെല്ലാം നടപടികളുണ്ടെന്നുള്ളതും വ്യക്തമാക്കുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം ഇയാളെ ജുഡീഷ്യൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആലത്തൂർ തന്നെയുള്ള ആലത്തൂർ കോടതിയിൽ ഇയാളെ ഹാജരാക്കും. തുടർന്ന് റിമാൻഡ് ചെയ്യും. കസ്റ്റഡിയിൽ വാങ്ങലും തെളിവെടുപ്പും ഇന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ വലിയ ഉറപ്പില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ പോലീസ് നടത്തിയ ഒരു തെരച്ചിൽ, നാട്ടുകാരെ കൂട്ടിയുള്ള തെരച്ചിൽ, അതും ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതേണ്ടി വരും. കാരണം ഇയാളെ നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയാൽ നാട്ടുകാർ തന്നെ ഇല്ലാതാക്കിയേനെ എന്ന് DYSPയുടെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഉണ്ട്. അപ്പോൾ നാട്ടുകാരുടെ കയ്യിൽ പെട്ടാൽ ഇയാൾ തീർന്നു പോകുന്ന ഉറപ്പുള്ളതുകൊണ്ട് തന്നെ നാട്ടുകാരെ കൃത്യമായിട്ട് ആ മേഖലയിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്ത് ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇയാളെ തന്ത്രപരമായിട്ട് വലയിലാക്കി എന്ന് വേണം നമുക്ക് കരുതുവാൻ. എന്താണെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ ഇതുവരെയുള്ളതൊക്കെ നമുക്ക് പറഞ്ഞും കേട്ടും ഉള്ള വിവരങ്ങളാണ്. ആധികാരികമായിട്ട് പോലീസിൻ്റെ വാർത്താ സമ്മേളനത്തിൽ മാത്രമേ അവരുടെ വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയുള്ളൂ. എന്നാലും നാടിനെ നടുക്കിയ ആ കൊലപാതകത്തിൻ്റെ പ്രതി പോലീസിൻ്റെ വലയിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി പോലീസിൻ്റെ വാർത്താ സമ്മേളനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയും എന്നുള്ളതും നമുക്ക് കണ്ടറിയേണ്ടതാണ്. ഒപ്പം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ആലത്തൂരിലാണ്. ആലത്തൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ തന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇയാളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നറിഞ്ഞ് അതിരാവിലേക്ക് തന്നെ ഇവിടേക്ക് ആളുകളൊക്കെ ധാരാളമായിട്ട് എത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വരും മണിക്കൂറുകളിൽ ഈ പ്രതിയെ പുറത്തിറക്കുന്ന സമയത്തൊക്കെ വലിയ ജനക്കൂട്ടമായിരിക്കും ഇവിടെ എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിക്കണം. കാരണം പോലീസിനെ നിയന്ത്രിക്കുവാൻ ഏറെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കാരണം അത്രയേറെ ജനരോഷം ചെന്താമരയ്ക്കെതിരെ ഉണ്ട്. മനുഷ്യത്വം ഉള്ളവർ എല്ലാം തന്നെ ഇതേ വികാരമായിരിക്കും ഒരുപക്ഷെ പങ്കുവെക്കുക. അതുകൊണ്ട് തന്നെ ചെന്താമരയെ കാണുവാനും ഒരുപക്ഷെ പ്രതിഷേധം കാണിക്കുവാനും അയാളെ കയ്യേറ്റം ചെയ്യാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം എന്നൊരു മുൻകരുതലിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഇയാൾ ആലത്തൂരിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആലത്തൂരിലേക്കും ജനങ്ങൾ കൂടുതലായി രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ആലത്തൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും 10 മണിയോടെ SP മാധ്യമങ്ങളെ കാണും എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള പോലീസിൻ്റെ ഇക്കാര്യത്തിലുള്ള നിരീക്ഷണങ്ങളും വിവരങ്ങളും ഒക്കെ ആ വാർത്താ സമ്മേളനത്തിലാകും വ്യക്തമാക്കുക. അതിനുശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.